മോദിയുടെ സെലക്ഷൻ കമ്മീഷനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ആളുകൾ. അതിനുവേണ്ടി ബാലറ്റ് പേപ്പറിൽ ഒരു മോക്ക് പോൾ നടത്താൻ അവർ തീരുമാനമെടുത്തു. ഡിസംബർ 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് അവിടെ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരോടുകൂടിയ ബാലറ്റ് പേപ്പർ വെച്ച് ഒരു ടെസ്റ്റ് പോൾ നടത്താൻ ഗ്രാമീണർ തീരുമാനിച്ചത്. എന്നാൽ ഇത് തങ്ങളുടെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് മനസ്സിലാക്കിയ മോദിയുടെ വാലാട്ടുകളായ സെലക്ഷൻ കമ്മീഷൻ കളിച്ച കളി അറിയേണ്ടത് തന്നെയാണ്. ഏതാണ്ട് 1900-ഓളം വോട്ടർമാരുള്ള ഒരു ഗ്രാമമാണ് മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിലെ മൾഷിരാസ് താലൂക്കിലെ മാർക്കറ്റ്വാടി ഗ്രാമം. മൾഷിരാസ് NCP ശരത് പവാർ നേതാവ് ഉത്തം രാവ് ജങ്കറിന്റെ ശക്തി കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ എതിരാളി BJPയിലെ റാം സട്പുടെ ആയിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജൻഗറിന് മൃഗീയ ഭൂരിപക്ഷം നൽകിയിരുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ഇപ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ചത് വെറും 843 വോട്ടുകളും എതിരാളി BJPയിലെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 1003 വോട്ടുകളും ആയിരുന്നു. ഇത് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. അതിനാലാണ് മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെ കള്ളക്കളി പൊളിക്കാൻ ഇന്നലെ ബാലറ്റ് പേപ്പർ വെച്ച് ഒരു ഡമ്മി പോൾ നടത്താൻ അവർ തീരുമാനിച്ചത്. എന്നാൽ ഇതിൽ വിറളി പൂണ്ട സെലക്ഷൻ കമ്മീഷനും മോദിയുടെ പോലീസും അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇവർ ബാലറ്റ് പേപ്പറിൽ ഇവിടെ ഒരു ഡമ്മി പോൾ നടത്തുന്നത് ഒരു തരത്തിലും ഒരു നിയമത്തിനും എതിരല്ല. പക്ഷെ നിയമങ്ങൾക്കൊക്കെ നോൺ ബയോളജിക്കൽ മോദിയുടെ രാജ്യത്തിൽ പുല്ലുവിലയാണല്ലോ ഉള്ളത്. ഏത് കർഫ്യൂ ഉണ്ടെങ്കിലും ഈ ഡമ്മി പോളുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച വാശിയിലായിരുന്നു ഗ്രാമീണർ. എന്നാൽ 100 കണക്കിന് പോലീസുകാരെ ഇറക്കി ഗ്രാമീണരുടെ ഈ നീക്കം അധികാരികൾ തടഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര വെപ്രാളം? എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്? കള്ളത്തരം ഇല്ലെങ്കിൽ എന്തിനാണ് പോലീസിനെ ഇറക്കി ഇത് അടിച്ചമർത്തിയത്? ഇവർ ഈ പോൾ നടത്തി NCPയുടെ സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷം ഇവിടെ ലഭിക്കുകയായിരുന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ കള്ളക്കളി നേർ വെളിച്ചത്ത് വന്നേനെ. ഇവർ ഇതിനു മുൻപ് അധികാരികളോട് ഈ വില്ലേജിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് റീപോൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അതിനാലാണ് ഒരു സാമ്പിൾ പോൾ ബാലറ്റ് പേപ്പർ നടത്താൻ ഇവർ തീരുമാനിച്ചത്. നാണംകെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നാണംകെട്ട കളിയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയും പോലീസിനെ ഉപയോഗിച്ചും ഇത് അടിച്ചമർത്തിയത്. ആരാണ് ഒരു ഡമ്മി പോൾ നടത്തുന്നതിൽ ഭയപ്പെടുന്നത്? ആർക്ക് വേണമെങ്കിലും ആൾക്കാരെ വിളിച്ച് ഒരു ഡമ്മി സർവേ നടത്താനുള്ള പോൾ നടത്താനുള്ള അവകാശമുണ്ട്. എന്നാൽ അവകാശങ്ങൾക്ക് നോൺ ബയോളജിക്കൽ മോദിയുടെ രാജ്യത്തിൽ വിലയില്ല. ഏകാധിപതിയും അവരുടെ കൂട്ടാളികളും വലിയ ഭയപ്പാടിലാണ് എന്ന് വ്യക്തമാണ്. കള്ളക്കളി ഇല്ലെങ്കിൽ ഇവർക്ക് ഗ്രാമീണരെ വെല്ലുവിളിക്കാമായിരുന്നു. നിങ്ങളുടെ പോൾ ഒന്ന് കാണട്ടെ, ഞങ്ങളുടെ ഡേറ്റയുമായി മാച്ച് ചെയ്യുമെന്ന് ഞങ്ങൾ വെല്ലുവിളിക്കാം എന്ന്. എന്നാൽ മറിച്ച് എല്ലാ ഏകാധിപതികളെയും പോലെ ഇത് അടിച്ചമർത്തുകയാണ് അവർ ചെയ്തത്. ഇത് ഒരു വിപ്ലവത്തിന്റെ തുടക്കം ആവുമോ എന്നുള്ളതാണ് കാണേണ്ടത്. രാജ്യത്തുള്ള നിരവധി ഗ്രാമങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അന്ന് പൊളിഞ്ഞു വീഴും മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെയും മുഖം മൂടി.